ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നടക്കാനൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ആമയെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് പാർക്കിലേക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ. പിന്നെ ഈ പാർക്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. ഗ്രൗണ്ടല്ല, അതിങ്ങനെ ലേക്ക് പോലത്തെ സംഭവമാണ്. ഒരു ചെറിയൊരു കുളം പോലത്തെയാണ്. പക്ഷേ അവിടെ മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം കയറുന്നത്. അപ്പം അങ്ങനെ ആ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. മറ്റേ നമ്മൾ ആദ്യം പോയിക്കൊണ്ടിരുന്ന ചെറിയ പാർക്ക് പോലെയല്ല, ഇത് കുറച്ച് അത്യാവശ്യം വലിയ പാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ അവിടെ ഒരുപാട് താറാവും മീനും ഒക്കെ ഉണ്ട് ആ കുളത്തിനകത്ത്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് നടന്നതിന് ശേഷമൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ ബെറ്റി ജോൺ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കും കൂടി ഒരു ഹായ് തരാമോ എന്ന്. അപ്പോൾ എനിക്ക് എപ്പോഴും കമൻറ്റ് അറിയിക്കുന്ന ഒരാളാണ്. ഒരുപാട് വലിയ കമൻസ് ഒക്കെ അറിയിക്കും. അപ്പോൾ സമയക്കുറവ് മൂലമാണ് കമൻറ്റ് ഇടാൻ പറ്റാത്തത്. പക്ഷേ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ബെറ്റി ചേച്ചിക്ക് ഹായ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലുള്ള ആരെയും അറിയത്തൊന്നുമില്ല. ഒരു മനുഷ്യരെയും ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ്. നേരിട്ടുള്ള പരിചയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കമൻറ്റ് ബോക്സ് വഴിയുള്ള പരിചയം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു ഹായ് തരാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഹായ് പറഞ്ഞത്. രാവിലെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ രാവിലെ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു ബുൾസൈ കഴിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ രാവിലെ ബുൾസൈ ഒന്നും കഴിക്കുന്നതേ അല്ല. നോൺ വെജ് ഒന്നും തന്നെ ഞങ്ങൾ കഴിക്കാറില്ല. പക്ഷേ ഇന്ന് എന്തോ അങ്ങനെ കഴിക്കണമെന്ന് തോന്നി. എനിക്ക് അത്യാവശ്യം നല്ല പനി ഉണ്ടായിരുന്നു. എന്നോട് ഇങ്ങനെ ഹസ്ബൻഡാണ് പറഞ്ഞത് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു ബുൾസൈ കഴിക്കാനായിട്ട്. അപ്പോൾ കോൾഡ് ഒന്ന് മാറുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ വന്നിട്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഈ ഒരു ടൈമിൽ പനി വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് പനിയൊക്കെ വരുന്ന ആൾക്കാരാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കോ. തണുപ്പ് ഒട്ടും പറ്റത്തില്ല, ചൂട് പിന്നെയും സഹിക്കാൻ പറ്റും എൻ്റെ ശരീരത്തിന്. അപ്പം ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ പാത്രങ്ങളൊന്നും കഴുകാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ പാർക്കിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ സമയമില്ലെങ്കിൽ പാർക്കിൽ പോയിട്ട് വന്നതിന് ശേഷമേ ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കത്തുള്ളൂ. പിന്നെ ഇന്ന് കൗണ്ടർ ടോപ്പും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലീനിങ്ങും കാണാം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ പ്രമാണിച്ച് നന്നാവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ. എസ്പെഷ്യലി വീട്ടമ്മമാർ നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പം ഞാനങ്ങനെ പുതുവർഷത്തിന് വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കാറില്ല. നമുക്ക് എപ്പോഴാണോ ജീവിതത്തിൽ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. അപ്പം നിങ്ങൾ എങ്ങനെയാണ്? ഇങ്ങനെ ന്യൂ ഇയർ വരെ കാത്തിരിക്കുമോ, അതോ നിങ്ങൾക്ക് എപ്പോഴാണോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തോന്നുന്നത് അപ്പോഴൊക്കെ മാറുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ തന്നെ ഒത്തിരി നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 2025 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഉണ്ടായ കുറച്ച് മാറ്റങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു വർഷം നിങ്ങൾ ചേഞ്ചസ് കൊണ്ടുവന്ന് സക്സസ് ആയി നിങ്ങളുടെ ലൈഫിൽ വിസിബിൾ ആയിട്ടൊരു ചേഞ്ച് വന്നിട്ടുള്ളതെന്നുള്ളതും കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കൂടുതലും നമ്മുടെ ലൈഫ് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മുടെ ബാഹ്യമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചിന്തകളിലൂടെയാണ്. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാനും നമ്മളുടെ ലൈഫ് കൂടുതൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകൾ സഹായിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് കൂടുതലായിട്ടും സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് പണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നതിൽ പ്രാധാന്യമില്ല. നമ്മുടെ അവസ്ഥകൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഒത്തിരി കാര്യങ്ങൾ ചേരുന്നതാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ. പക്ഷേ നമുക്ക് ഇനി വരുന്ന സമയങ്ങളിലെങ്കിലും നമുക്ക് മാക്സിമം പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മുടെ ചിന്തകളിലൂടെ തന്നെയാണ് പറ്റുന്നത് അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിച്ചിരിക്കാതെ പുതുതായിട്ട് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കുക. പിന്നെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതങ്ങനെ പാസ്റ്റിലേക്ക് തന്നെ വിട്ടേക്കുക. അല്ലാതെ അത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യങ്ങളെ അപ്പാടെ അങ്ങ് ഉപേക്ഷിക്കുക. നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കുടുംബത്തിനെ തന്നെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുമുണ്ട് റുട്ടീൻ സെറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ. അപ്പോൾ എൻ്റെ സാഹചര്യം ആയിരിക്കില്ല നിങ്ങളുടേത്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും മറ്റ് കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുട്ടികൾ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ കുഞ്ഞു മക്കളുള്ള ആൾക്കാർക്കുള്ള റുട്ടീൻ സെറ്റ് ചെയ്യുന്ന വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നതോടൊപ്പം തന്നെ വീട്ടിലെ പണികൾ മാക്സിമം പോയാലൊരു 2 മണിക്കൂർ കൊണ്ട് തന്നെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് കിച്ചണിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സമയം കിട്ടുന്ന പോലെ തോന്നി. മാത്രമല്ല എനിക്ക് ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് സമയം സ്പെൻഡ് ചെയ്യാനില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ബിസി ആവാൻ തുടങ്ങി. എനിക്ക് ഒത്തിരി ചേഞ്ചസ് ഞാൻ പോലും അറിയാതെ വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിസിബിൾ ചേഞ്ച് ഉണ്ടാവും. മറ്റുള്ളവരുടെ ഒപ്പീനിയന് വേണ്ടിയിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് എല്ലാവരുടെയും ഒരു അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ മാറ്റി വെക്കരുത്. പക്ഷേ എന്ന് കരുതി ചില കാര്യങ്ങൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഒപ്പീനിയൻ്റെ ആവശ്യം ഉണ്ടായിരിക്കാം. അപ്പോൾ മാക്സിമം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരുടെയും ഹസ്ബൻഡ് ഒരുപോലെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റംഗങ്ങൾ നമ്മൾ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയെ നമ്മൾ ചേർത്ത് നിർത്തിയാലാണ് നമുക്ക് എന്ത് സക്സസ്സിലും ഒരു സന്തോഷം കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിയെ അവരോട് ഇപ്പോഴേ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ ലൈഫ് സ്റ്റൈലിൽ മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. വീട്ടുകാരുടെ അപ്രൂവലിന് വേണ്ടി കാത്തു നിൽക്കാത്തവർക്കാണെങ്കിൽ പ്രശ്നമില്ല, അത്രയും ബോൾഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റില്ലല്ലോ, എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാനായിട്ട് പഠിക്കുക. അപ്പോൾ അത് എന്നെക്കൊണ്ട് തുടക്കത്തിലൊന്നും പറ്റാത്തൊരു കാര്യമായിരുന്നു. ഞാനെപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെക്കൊണ്ട് നോ പറയാൻ ഞാൻ പഠിച്ചുവോ അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടമ്മമാരാണെന്ന് കരുതി നമുക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനും ചെയ്തു കൊടുക്കാനും നിൽക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ലാന്ന് നോ പറയുന്ന സമയത്ത് ഹാർഷായിട്ട് പറയേണ്ട, ദേഷ്യപ്പെടേണ്ട. നമുക്ക് പറ്റില്ല എന്നുള്ളത് സൗമ്യമായിട്ട് വളരെ മാന്യമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നോ പറയാനായിട്ട് പഠിക്കുക. എല്ലാ ദിവസവും മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമുക്ക് ഇപ്പോൾ 24 hours ആണ് ഉള്ളത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മുടെ എന്തെങ്കിലും ഒരു മീ ടൈമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീഡിങ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും കൂടി മാറ്റി വെക്കുമ്പോഴാണ് ആ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആവുന്നത്. പ്രൊഡക്റ്റീവ് ഡേ എന്ന് പറയുന്നത് വലിച്ചു വാരി ജോലികൾ ചെയ്യുന്നതിലല്ല പ്രൊഡക്റ്റീവ് ഡേ എന്ന് പറയുന്നത്. ഒരു വ്യക്തി പ്രൊഡക്റ്റീവ് ആവുന്നത് അവരുടെ മെന്റൽ പീസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള മറ്റ് സന്തോഷങ്ങൾക്കും കൂടി സമയം കണ്ടെത്തുക. അതിൽ ചിലപ്പോൾ റീഡിങ് വരാം, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നത് വരാം, ചിലപ്പോൾ വെള്ളം കുടിക്കുന്നതാവാം, എക്സസൈസ് ചെയ്യുന്നതാവാം, സിനിമയ്ക്ക് പോകുന്നതാവാം, ചിലപ്പോൾ ഗാർഡനിങ് ആവാം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അതിന് വേണ്ടിയിട്ട് ദിവസവും 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ എഡ്യൂക്കേഷൻ പരമായിട്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ 1 വർഷം കൊണ്ട് പുതുതായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം നമുക്ക് വർത്തായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പുതിയ ടെക്നോളജിയെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ കോലം വരയ്ക്കാനായിട്ട് കുറെ കൂടി പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ
അതൊക്കെയാണ് ഞാൻ 2025 പഠിച്ച കാര്യങ്ങൾ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് പുതുതായിട്ട് പഠിച്ചത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തോളൂ. സൈലൻ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണമെന്നില്ല. നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് നമ്മൾ നിശബ്ദതയോടുകൂടി ഇരുന്ന് നമ്മൾ ആ കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. അതിന് എക്സാമ്പിൾ എൻ്റെ ലൈഫ് തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഉണ്ടായത്. അതാണ് നിങ്ങൾ ഈ കാണുന്ന 3000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. 2025 എനിക്ക് 1000 സബ്സ്ക്രൈബറായി, മോണിറ്റൈസ്ഡ് ആയി. അതുപോലെ തന്നെ ഫസ്റ്റ് ഏണിങ്സ് എനിക്ക് കിട്ടി. പിന്നെ 2026 തുടങ്ങുന്നതിന് മുന്നേ ഞാനിപ്പോൾ 3000 സബ്സ്ക്രൈബേഴ്സിൽ വന്ന് നിൽക്കുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു കമൻറ്റ് വന്നതാണ്, എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു, ഞാൻ അന്ന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടുന്നില്ല, സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്ന്. നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും യൂട്യൂബിനെ അറിയത്തില്ല നിങ്ങളുടെ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും. ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചേക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നല്ലൊരു നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അതെൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയമില്ല, മടിയാണെന്നൊന്നും നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ് മുഖ്യം, അല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാതെ വേറൊരു മാജിക്കും ഇതിന് പിന്നിലില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള എന്ത് കാര്യമാണോ അത് നമുക്ക് എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെ ആ ഒരു കാര്യത്തിനും കൂടി നമ്മൾ സമയം കണ്ടുപിടിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയി ഓവർ തിങ്കിങ് ഒക്കെ ചെയ്ത് ആ സിറ്റുവേഷൻ വേസ്റ്റ് ആക്കാതെ മാക്സിമം നല്ലത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. അത് നമുക്ക് കൂടുതലും ഈ പീരിയഡ്സ് ടൈമും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വരത്തില്ലല്ലേ. അപ്പോൾ മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാകും, ഓവർ തിങ്കിങ് എല്ലാം ഉണ്ടാകും. പക്ഷെ എന്ന് കരുതി ജീവിതകാലം മുഴുവനും നമ്മൾ എല്ലാ കാര്യത്തിനും ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവത്തില്ലല്ലേ ജീവിതത്തിൽ. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്ത് കാര്യത്തിനും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞതാണ് നമ്മുടെ ലൈഫ് അല്ലേ. അപ്പോൾ ഇന്നൊരു ഉയർച്ച ഉണ്ടെങ്കിൽ നാളെ ഒരു താഴ്ച ഉണ്ടായിരിക്കും. അതുപോലെ ഇന്നൊരു നമ്മൾ താഴ്ന്ന രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം മോശമാണെങ്കിൽ നാളെ നമുക്ക് ഉറപ്പായിട്ടും ഉയർച്ച ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ ജീവിക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാവുന്നതല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാം ഭഗവാനിലാണ് സമർപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഈശ്വരന് വിട്ടുകൊടുക്കും. നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒന്നും തന്നെ സാധിക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം മൈൻഡ് കാം ചെയ്ത് വെച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി വെച്ചുകൊണ്ട് മാക്സിമം ഈശ്വര വിശ്വാസത്തിൽ അങ്ങ് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്ക് പേഴ്സണലായിട്ടും അറിയാം. നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് കുറച്ച് സമയം കണ്ടുപിടിക്കണം. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ എങ്കിലും ഹസ്ബൻഡും മക്കളുമായിട്ടൊക്കെ ഇരുന്നിട്ട് കുറച്ച് ടൈം ഒന്ന് ചായ കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് നേരം അവരുമായിട്ടൊന്ന് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് കൂടുതൽ കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഹസ്ബൻഡും മക്കളും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ വീട്ടമ്മമാരെ മുൻകൈ എടുത്ത് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് പറ്റുന്നൊരു അബദ്ധമാണ് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ വെച്ചിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അങ്ങനെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി പണിയൊക്കെ കിട്ടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ സർക്കിൾ ഒന്ന് ചുരുക്കുക. അതായത് നിങ്ങളെ അത്രയും മനസ്സിലാക്കുന്ന കുറച്ച് 1-2 ഫ്രണ്ട്സ് മതി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരും തന്നെ അങ്ങനെ അടുപ്പമുള്ള ഭയങ്കരമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായ കാര്യങ്ങളിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കിൾ ചെറുതാക്കുക. ആവശ്യം
ആവശ്യമില്ലാതെ ഗോസിപ്പുകൾ പറയാനും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും ഒന്നും പോകാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാക്സിമം മുന്നോട്ട് ജീവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാനായിട്ട് പറ്റും. നിങ്ങൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് കാര്യവും നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ നമ്മളെ തളർത്താനായിട്ടും തകർക്കാനായിട്ടൊക്കെ ഒത്തിരി പേര് വരും. ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അഭിപ്രായങ്ങൾ പറയുന്ന കേട്ടിട്ട് ഞാൻ പല തവണയും എൻ്റെ പല കാര്യങ്ങളും വേണ്ടാന്ന് ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ടുള്ളൊരു നഷ്ടം എനിക്ക് തന്നെയാണ്. അവസാനം ചെയ്യരുതെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഞാൻ ചെയ്യാനിരുന്ന കാര്യം തുടങ്ങിയത്. മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. കേൾക്കണം, പക്ഷെ നമ്മളത് മുഖവരയ്ക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമുക്ക് സംതൃപ്തി തരുന്ന കാര്യമാണോ, മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത കാര്യമാണോ എങ്കിലും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടാലും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യും. എസ്പെഷ്യലി നമ്മൾ വീട്ടമ്മമാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തളർന്നു പോകുന്ന ആൾക്കാരാണ്. എല്ലാവരുമല്ല, ചില ആളുകൾ. എന്നാലും ആ ഒരു കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ എൻ്റെ ശരികൾ എനിക്ക് ശരിയാണെന്ന് തോന്നി തുടങ്ങിയെടുത്ത് നിന്ന് ഞാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ലൈഫിൽ ഒരുപാട് സമാധാനം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ശരികൾ മറ്റുള്ളവർക്ക് തെറ്റായിരിക്കാം, മറ്റുള്ളവരുടെ ശരികൾ നമുക്ക് തെറ്റായിരിക്കാം. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുകയാണ് വേണ്ടത്. മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് അഭിപ്രായം പറയാൻ പോയിട്ട് അവസാനം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാതെ സ്വന്തം കാര്യം നോക്കി മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ കുടുംബജീവിതം നോക്കി മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒത്തിരി പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും 24 മണിക്കൂർ സമയം തന്നെയാണ് ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു സമയത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് തന്നെയാണ് വാല്യൂ കൊടുത്ത് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മാത്രം എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് വലിച്ചു വാരി സംസാരിക്കാൻ നിൽക്കാതെ 1-2 വാക്കുകളിൽ ഒരു കോൺവെർസേഷൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ആളുകളുമായിട്ട് ദിവസം മുഴുവനും ടൈം സ്പെൻഡ് ചെയ്ത് ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി അവരിൽ നിന്നും നമ്മൾ എടുത്ത് നമ്മളും നെഗറ്റീവായി, അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വീട്ടമ്മയാണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കിങ്ങനെ സമയം വെറുതെ കിടക്കുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സമയത്തിന് വാല്യൂ കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പലതരത്തിലാണല്ലേ. നെഗറ്റീവ് ആൾക്കാരുണ്ടായിരിക്കാം, പോസിറ്റീവ് ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരിൽ ഒരു നെഗറ്റീവ് സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അവരുടെ രീതികളും പെരുമാറ്റങ്ങളും നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പതിയെ അവരിൽ നിന്നും അകലം പാലിക്കുക. ക്രമേണ അവരെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായാൽ നമുക്കും ഗുണമില്ല, അവർക്കും ഗുണമില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അതിപ്പോൾ ആര് തന്നെ ആവാം. നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ആവാം, ചിലപ്പോൾ ഇൻലോസ് ആയിരിക്കാം, നമ്മുടെ മറ്റ് ബന്ധുക്കളായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ ആരാണെങ്കിലും നമ്മൾ അവരിലൊരു നെഗറ്റിവിറ്റി കണ്ടാൽ, അതായത് ആ നെഗറ്റീവ് നമ്മളെ ബാധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് പതിയെ ഒഴിഞ്ഞു മാറുക. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് അവർ നെഗറ്റീവ് ആണ്, പക്ഷേ എന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ അവരോട് സഹകരിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എന്നെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല. എനിക്കൊരാൾ എൻ്റെ ലൈഫിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് കൂടുതൽ നേരം സഹകരിക്കത്തില്ല. പൊതുവിൽ ഞാൻ ആരുമായിട്ടും കൂടുതൽ അടുപ്പം കാണിക്കാത്ത ഒരാളാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ആവശ്യമില്ലാതെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച്, അല്ലെങ്കിൽ വീട്ടു സാധനങ്ങളാണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ മേടിച്ച് പൈസ ആവശ്യമില്ലാതെ ചിലവഴിച്ച് കളയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലായിട്ടും കുറേ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ലൈഫ് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പലരും പലതും മേടിക്കുന്ന കാണുമ്പോൾ നമുക്കും തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കണം, നമുക്കത് ആവശ്യമുണ്ടോ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗമുള്ള കാര്യമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് തരുന്ന സന്തോഷം വളരെ ചെറുതായിരിക്കും, അത് കുറച്ച് നേരമേ കാണത്തുള്ളൂ. അപ്പോൾ പുതിയൊരു സാധനം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന സന്തോഷമാണ്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് കണ്ട് കണ്ട് പഴകുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം പോകും. പക്ഷേ നമ്മുടെ മാനസികമായ സന്തോഷം അങ്ങനെയല്ല, എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് എന്നും ജീവിക്കാനൊരു പ്രചോദനമാണ്. അപ്പോൾ നമ്മുടെ ഉൾമനസ്സിൽ നമ്മൾ സന്തോഷിക്കാനായിട്ടും സന്തോഷം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. മാക്സിമം പീസ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം കാണാനും കേൾക്കാനും ഒക്കെ ശ്രമിക്കുക. അല്ലാതെ
നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോകാതിരിക്കുക. അപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ആവശ്യമില്ലാത്ത ബഹളത്തിനും വഴക്കും ഒക്കെ നടക്കുന്നിടത്തൊന്നും പോയി ഇടപെടാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഇപ്പോൾ ഇത്രയും സംസാരിക്കുന്നതിനിടയിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും വീഡിയോയിൽ ആഡ് ചെയ്യണം, കമൻറ്റ് വഴി അറിയിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് ആയപ്പോഴത്തേക്കും ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് സമാഹനം എന്ന് പറയും. ഇത് നമുക്കിവിടെ തൊണ്ടവേദനയ്ക്കൊക്കെ കിട്ടുന്ന ഒരു പൊടിയാണ് കേട്ടോ. ഇതിങ്ങനെ പാക്കറ്റിൽ വരും, മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വെറും നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാം, കട്ടൻ ചായയിൽ മിക്സ് ചെയ്തും കുടിക്കാം. ഞാനിപ്പോൾ കട്ടൻ ചായയിൽ മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. ചെറിയൊരു മധുരമേ ഉള്ളൂ, അപ്പോൾ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്താൽ മതി. പിന്നെ ഇന്ന് മില്ലറ്റ് നൂഡിൽസ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വേറൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അത് കുക്ക് ചെയ്യുന്ന രീതിയൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഇന്നത്തെ ഈ നൂഡിൽസ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ മേടിച്ചിട്ടുള്ള ഉയരിൻ്റെ നൂഡിൽസാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ചും കൂടി മാഗി പോലെ ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ട് സ്പ്രിങ് ആയിട്ടുള്ളൊരു നൂഡിൽസ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും മറ്റേതായിരുന്നു ടേസ്റ്റ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മസാല അത്രത്തോളം അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പാഴ്സൽ വന്നേക്കുന്നത് ഞാൻ മീഷോന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സുകളാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ ഒരു വിന്റർ സീസണിൽ ഇടാൻ പറ്റിയ 2 ടീഷർട്ട്, ഫുൾ സ്ലീവ്സ് ടീഷർട്ടാണ് എടുത്തത് കേട്ടോ. എൻ്റെ അളവിന് XL ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ഗൗണും കൂടി എടുത്തിട്ടുണ്ട്. ക്രേപ്പ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ തുണി. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു 2 ഗൗൺ ഇരിപ്പുണ്ട്. ഞാനൊരു 2-3 വർഷം മുമ്പ് 3 വർഷം മുന്നേ മേടിച്ചിട്ടുള്ളൊരു ബ്ലാക്ക് കളറിലുള്ളൊരു ഗൗൺ ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മെറൂൺ കളറിലുള്ള ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അത് കുറച്ച് ലെങ്ത് കുറവാണ്. പിന്നെ ഇത് ഫുൾ ലെങ്തിലുള്ളതാണ് ഇത് മേടിച്ചേക്കുന്നത് കേട്ടോ. ബ്ലാക്ക് പോലെ തന്നെയാണ്. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈനിങ് ഒക്കെ ഉണ്ട്. ക്രേപ്പ് മെറ്റീരിയൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും മേടിക്കാം. XL ആണ് സൈസ്. കഴുത്തിൽ ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. കയ്യിൽ ഇതേപോലെ എലാസ്റ്റിക് ആണ് വെച്ചേക്കുന്നത്. അപ്പം ഞാനിത് എനിക്ക് വണ്ണം കുറച്ച് കൂടുതലാണ്. അപ്പോൾ എനിക്കൊന്ന് സൈഡ് ഒന്ന് ആൾട്ടർ ചെയ്തിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താഴെ ഒരു പ്രില്ല് ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ പ്ലീറ്റ്സ് മോഡലാണ് ബോഡിയുടെ താഴെയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ലോവർ ബോഡി പാർട്സിൽ വെച്ചേക്കുന്നത് നല്ല രസമാണ്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഫുൾ ലെങ്തോടെ കിടക്കും. നമുക്ക് പുറത്തിടാൻ പറ്റിയ നല്ല ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റൊക്കെ തന്നെയാണ്. ഞാൻ മീഷോയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഡെലിവറി കറക്റ്റായിട്ട് ചെയ്യുന്ന ഇവിടെയാണ്. പിന്നെ എനിക്ക് മീഷോയിലെ ഡ്രസ്സെല്ലാം സൈസും കറക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Thanks for watching.